Let us start our third chapter, Respiration and Excretion, which takes place in human beings. Before studying what is respiration, let us study human respiratory system. You have already studied human respiratory system, the basic structure of human respiratory system in your previous classes. Now let us study the human respiratory system in detail. You can see here different parts of human respiratory system. So human respiratory system start ചെയ്യുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? You can see here this part is known as nostrils, right? നോസ്ട്രിൽസിൽ കൂടിയാണ് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും. നോസ്ട്രിൽസ് ആണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഫസ്റ്റ് പാർട്ട്. അതിനുശേഷം ഇറ്റ് ലീഡ്സ് ടു എ ക്യാവിറ്റി. ഈ ഒരു പ്ലേസിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദറ്റ് ക്യാവിറ്റി? നാസൽ ക്യാവിറ്റി. So nostrils leads to a cavity which is known as nasal cavity. And after that there is a windpipe. ഈ nasal cavityയിൽ കൂടെ എയർ മൂവ് ചെയ്ത ശേഷം നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് ഈ ഒരു windpipeൽ കൂടിയാണ്. And we call it as trachea. So next part is trachea. Okay. So we are breathing in through the nostrils. After that it moves through nasal cavity. Then it is moving through windpipe called trachea. ട്രക്കിയ പിന്നീട് ഇതേപോലെ മൂവ് ചെയ്ത് രണ്ട് മെയിൻ ബ്രാഞ്ചായി ഡിവൈഡ് ചെയ്യും. സോ ദീസ് മെയിൻ ബ്രാഞ്ചസ് ആർ നോൺ ആസ് ബ്രോൺകസ്. ഈ ബ്രോൺകസ് പിന്നീട് കുറേ ബ്രാഞ്ചസായി ലങ്സിനകത്ത് വെച്ച് കുറേ ബ്രാഞ്ചസായി ഡിവൈഡ് ചെയ്യും. ഓൾ ദീസ് സ്മോളർ ബ്രാഞ്ചസ് ആർ നോൺ ആസ് ബ്രോൺക്യൂൾസ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന പാർട്ടാണ് നോസ്ട്രിൽസ്. അതിനുശേഷം എയർ ഈസ് മൂവിങ് ടു ദ ക്യാവിറ്റി ഹിയർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദറ്റ് ക്യാവിറ്റി? നാസൽ ക്യാവിറ്റി. ആഫ്റ്റർ ദാറ്റ് എയർ മൂവ് ചെയ്യുന്നത് ഒരു വിൻഡ് പൈപ്പിൽ കൂടിയാണ്. ആൻഡ് വി കോൾ ഇറ്റ് ആസ് ട്രക്കിയ. അതിനുശേഷം ദിസ് ട്രക്കിയ ഡിവൈഡ്സ് ഇൻ ടു ടു ബ്രാഞ്ചസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസ്, വിച്ച് ആർ നോൺ ആസ് ബ്രോൺകസ്. ബ്രോൺകസ് അഗെയിൻ ഡിവൈഡ്സ് ഇൻ ടു മെനി മോർ ബ്രാഞ്ചസ് വിച്ച് ആർ നോൺ ആസ് ബ്രോൺക്യൂൾസ്. ഈ ബ്രോൺക്യൂൾസിൻ്റെ അറ്റത്തായി ടിപ്പിലായി we can see one of the important structure which is known as alveoli. ബ്രോൺക്യൂൾസിൻ്റെ അറ്റത്തായി കാണുന്ന സ്ട്രക്ചറാണ് ആൽവിയോളൈ. ആൽവിയോളൈ ആർ സ്മോൾ എയർ സാക്സ്, okay, which are seen at the tip of the bronchiole. So this is the flow chart of movement of air. നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കൂടെ എയർ മൂവ് ചെയ്യുന്നത് നോസ്ട്രിൽസ്, നാസൽ ക്യാവിറ്റി, ട്രക്കിയ, ബ്രോൺകൈ, ബ്രോൺക്യൂൾസ് ആൻഡ് ഫൈനലി ഇറ്റ് ലീഡ്സ് ടു ആൽവിയോളൈ. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്ലൂറ ആൻഡ് ഡയഫ്രം? പ്ലൂറ ഈസ് ദ മെംബ്രെയിൻ വിച്ച് കവർ ദ ലങ്സ്. നമ്മുടെ ലങ്സിനെ കവർ ചെയ്ത് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കാണുന്നുണ്ട്. ആൻഡ് ദ നെയിം ഓഫ് ദിസ് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഈസ് നോൺ ആസ് പ്ലൂറ. ആൻഡ് വാട്ട് ഈസ് ഡയഫ്രം? ദ മസ്കുലാർ വാൾ വിച്ച് സെപ്പറേറ്റ്സ് തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റീസ്. നമ്മുടെ ഹ്യൂമൻ ബോഡീനെ നമുക്ക് രണ്ട് ക്യാവിറ്റീസായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഭാഗം, ദിസ് ഈസ് ലൈക്ക് എ വോൾ. ഡയഫ്രം ഈസ് ലൈക്ക് എ മസ്കുലാർ വോൾ. ഈ ഒരു മസിൽ വോളാണ് നമ്മുടെ ബോഡീനെ അപ്പർ ആൻഡ് ലോവർ ക്യാവിറ്റിയായി ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഈസ് തൊറാസിക്. ഇതിന് മേലെ, ഈ ഡയഫ്രത്തിന് മേലെയുള്ള ഭാഗമാണ് തൊറാസിക് ക്യാവിറ്റി. ഡയഫ്രത്തിന് താഴെയുള്ള ഭാഗമാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. ദാറ്റ് മീൻസ് തൊറാസിക് ക്യാവിറ്റീസിനും അബ്ഡോമിനൽ ക്യാവിറ്റീസിനും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വോളാണ് ഡയഫ്രം. ഡയഫ്രം ഈസ് എ മസ്കുലാർ വോൾ വിച്ച് സെപ്പറേറ്റ്സ് തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഇതാണ് തൊറാസിക് ക്യാവിറ്റി. ഈ ഒരു ക്യാവിറ്റി മൊത്തത്തിലാണ് നമ്മൾ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുക. അതിനുശേഷം ഡയഫ്രത്തിന് താഴെ കാണുന്ന ക്യാവിറ്റിയാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. So which are the parts of human respiratory system? Nostrils, nasal cavity, trachea, bronchus, bronchiole and finally it leads to sac-like structure. ഇതാണ് alveoli, sac-like structure which is known as alveoli. So you can see the alveoli here. അപ്പോൾ ഇതിൽ ബ്രോൺക്യൂൾസിൻ്റെ അറ്റത്തായി കാണുന്ന, ഇതിൽ കാണുന്ന പോലെ ഗ്രേപ്പ് പോലെ ഒന്നിച്ച് കാണുന്ന സ്ട്രക്ചേഴ്സിനെയാണ് alveoli എന്ന് പറയുക. And near to the alveoli we can see many blood vessels also. So alveoli is the place where the gases are collected. നമ്മളിപ്പം ബ്രീത്ത് ഇൻ ചെയ്ത ഓക്സിജന് കളക്ട് ചെയ്യുന്നത് ഈ ആൽവിയോളിൻ്റെ അകത്ത് വെച്ചാണ്. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത ഓക്സിജനെ കളക്ട് ചെയ്യുന്നത് ആൽവിയോളയാണ്. Now let us study about alveoli or alveolus in detail. They are delicate air sacs, elastic, seen at the tip of bronchioles. എയർ സാക്സ് ആണ്, ഡെലിക്കേറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള എയർ സാക്സ് ആണ്. എയർ സാക്സ് എന്ന് പറഞ്ഞാൽ എയർ കളക്ട് ചെയ്യുന്ന
സഞ്ചി. ഓക്കെ, എയർ സാക്സ് ആണ്, ഇലാസ്റ്റിക് ആണ്. ഇറ്റ് ക്യാൻ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സൈസ്. എവിടെയാണ് ആൽവിയോളസ് കാണുന്നത്? സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ബ്രോൺക്യോൾസ്. ബ്രോൺക്യോൾസിൻ്റെ ടിപ്പിൽ, ബ്രോൺക്യോൾസിൻ്റെ അറ്റത്തായാണ് നമുക്ക് ആൽവിയോളസിനെ കാണാൻ പറ്റുക. ആൻഡ് ബ്ലഡ് കാപ്പിലറീസ് ആർ ഫൗണ്ട് ഓൺ ദിയർ സർഫസ്. ഒബ്സർവ് ദ പിക്ചർ. ഇതിൽ ആൽവിയോളസിൻ്റെ മേലെ വി ക്യാൻ സീ ബ്ലഡ് കാപ്പിലറീസ് ഓൾസോ, റൈറ്റ്? സോ ബ്ലഡ് കാപ്പിലറീസ് ആർ സീൻ ഓൺ ദ സർഫസ് ഓഫ് ആൽവിയോളൈസ്. സോ ആൽവിയോൾ എന്ന് പറഞ്ഞാൽ എയർ സാക്കാണ്, എയർ കളക്ട് ചെയ്യുന്ന സാക്കാണ്. ആൻഡ് ദേ ആർ ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇലാസ്റ്റിക് മീൻസ് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധിക്കും. എയർ ഫിൽ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും എയർ ലീവ് ചെയ്യുന്നതിനനുസരിച്ച് സൈസ് ഡിക്രീസ് ചെയ്യാനും സാധിക്കും. ആൻഡ് ദേ ആർ സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ബ്രോൺക്യോൾസ്. ബ്രോൺക്യോൾസിൻ്റെ അറ്റത്തായാണ് കാണാം. ആൻഡ് വി ക്യാൻ സീ മെനി ബ്ലഡ് കാപ്പിലറീസ് ഓൺ ദ സർഫസ് ഓഫ് ആൽവിയോളൈ. ആൽവിയോളൈൻ്റെ മേലെ വി ക്യാൻ സീ മെനി ബ്ലഡ് കാപ്പിലറീസ് ലൈക്ക് ദസ്. 70 crores alveoli in both lungs together. Human beings-ൽ 2 ലങ്സിലും കൂടി how many alveoli are there? 70 crores of alveoli are there. Surface area of alveoli is approximately 70 meter square. അപ്പോൾ നമ്മൾ ആൽവിയോളൈൻ്റെ ഒരു ഏരിയ പറയുകയാണെങ്കിൽ it will be approximately around 70 meter square. So what all things we studied about alveolus? They are delicate air sacs. Elastic ആണ്. They are seen at the tip of the bronchioles. ഇനി ആൽവിയോളസിൻ്റെ മേലെ we can see many blood capillaries. And how many alveoli are there in both lungs together? 70 crores alveoli are there. Surface area of alveoli is 70 meter square. Then what is the function of alveoli? എന്താണ് ആൽവിയോളൈൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് ഇൻക്രീസ് ദ ഏരിയ ഓഫ് റെസ്പിറേറ്ററി സർഫസ്. അപ്പോൾ നമുക്കറിയാം 70 crores ഓഫ് ആൽവിയോളൈ ഉണ്ട്. സോ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആൽവിയോളസ് ഹെൽപ്പ് ചെയ്യും. അത്രയും എയർ നമുക്ക് ലങ്സിനകത്ത് കളക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ മേക്ക് ദ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എഫിഷ്യൻറ്റ്. ആൽവിയോളയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഓർ ഗ്യാസ് എക്സ്ചേഞ്ച്. സോ വി വിൽ സ്റ്റഡി അബൌട്ട് ദാറ്റ് ഇൻ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ നമ്മൾ ഗ്യാസ് എക്സ്ചേഞ്ച് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി ആൽവിയോളൈ ഹെൽപ്പ് ചെയ്യും. Gas exchange means it is the exchange of oxygen and carbon dioxide, exchange of oxygen and also carbon dioxide which is taking place inside the alveolus. ആൽവിയോളസിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത ഓക്സിജന് നമ്മളെ ബോഡിയിലേക്ക് പാസ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ നിന്ന് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന് ആൽവിയോളസ് റിമൂവ് ചെയ്യും. ഈ ഒരു ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയാം. So functions of alveoli എന്ന് പറഞ്ഞാൽ it increase the area of respiratory surface and also it makes the gaseous exchange efficient.